നമുക്കൊപ്പം ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ KG താര, നിലവിൽ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ അപ്രതീക്ഷിതമായ മഴയാണ്. കാലവർഷം എത്താൻ ഇനി ആദ്യം പറഞ്ഞത് 31-ന് എത്തുമെന്നതാണ്, പിന്നീട് ഇപ്പോൾ 24 മണിക്കൂറിനകം എത്തുമെന്ന് പറയുന്നു. പക്ഷേ ഈ മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി. ഇന്നലെയൊക്കെ അതിതീവ്ര മഴ പെയ്യുന്നു. അത് ലഘുമേഘ വിസ്ഫോടനത്തെ തുടർന്നാകാമെന്ന സംശയം വിദഗ്ധർ പറയുന്നു. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് കരുതേണ്ടത് എന്നതാണ്. താങ്കൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നത് പോലെ ആളുകൾ പലതരത്തിൽ മുൻകരുതൽ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയിൽ അതിനൊക്കെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഡോക്ടർ KG താര. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തില് ഒരുപാട് ഈ എന്താണ് മാലിന്യങ്ങൾ കലർന്ന വെള്ളമാണ് ഈ നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി വരുന്നത്. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിൽ ആദ്യം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ പരിഗണന. അപ്പോ ഈ വെള്ളം തലേ ദിവസങ്ങളിലെല്ലാം മുൻ ദിവസങ്ങളിലെല്ലാം കയറിയ പ്രദേശങ്ങളിലെ ആളുകൾ അതാത് ജില്ലാ കളക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു ഒരു ടെലിഫോൺ നമ്പർ ഉണ്ടാവും കൺട്രോൾ റൂമിൽ. ആ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും അവിടെ സേവനം ലഭ്യമാണ്. അവരെ അറിയിച്ച് ദുരിത നിവാരണ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് മാറാൻ തയ്യാറായിട്ട് ഇരിക്കണം. രണ്ട്, ഈ ഏതെങ്കിലും ലൈനുകൾ പൊട്ടി വീണ് കഴിഞ്ഞാൽ വൈദ്യുത ആഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ഘട്ടങ്ങളിൽ. കാരണം തറയും ചുമരും വീട്ടിലെ സാധനങ്ങളും ഇലക്ട്രിക് ഈ വയറിങ്ങും എല്ലാം നനഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം പല വീടുകളിലും ഉണ്ടാകാം. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എമർജൻസി നമ്പറുകൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. KCB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു എമർജൻസി നമ്പർ ഉണ്ട്. അവിടേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമര് നനഞ്ഞിരിക്കുന്ന വീടുകളിൽ ഈ ഒരു സാധ്യതയുള്ളത് കൊണ്ട് അത്രത്തോളം വെള്ളം കെട്ടി നിന്നിട്ടുള്ള വീടുകളിൽ ആ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഒരു പക്ഷേ അണയ്ക്കേണ്ടി വന്നാൽ 1912 എന്നുള്ള എമർജൻസി നമ്പറിലേക്കായിരിക്കും വിളിച്ച് നമ്മൾ അറിയിക്കേണ്ടത്. അങ്ങനെയുള്ള എമർജൻസി നമ്പറുകൾ 1077 എന്നുള്ള നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോ കാണുന്നത് ഈ ജീവൻ രക്ഷിക്കുന്നതിനും അതായത് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിനും പുറമെ വസ്തുവകകൾക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. ആളുകളുടെ പാത്രങ്ങൾ ഒഴുകി പോകുന്നു, പിന്നെ തുണികൾ അല്ലെ മറ്റുള്ള വീട്ടു സാമാനങ്ങളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. അപ്പോ ഇത് ഒരു കാര്യം ഒരു പക്ഷേ നമുക്ക് അറിവില്ലാത്തൊരു കാര്യമായിരിക്കാം. ഇതിന് നമുക്ക് കോമ്പൻസേഷൻ, നമുക്ക് ഒരു നഷ്ടപരിഹാരം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ചീത്തയായി പോകുന്ന സാധനങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അത് ഈ മൊബൈൽ ഫോണിൽ തന്നെ ചിത്രീകരിച്ച് എടുത്തു വെക്കുക. അത് നമുക്ക് ഓരോ വീടുകളുടെയും നഷ്ടം കണക്കാക്കാൻ പിന്നീട് നമുക്കത് സഹായിക്കും. അത് അങ്ങനെ ഒരു റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതില് അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ജനങ്ങൾക്ക് ചെയ്യാൻ വളരെ. അതെ, പക്ഷേ ഒരു കാര്യം കൂടി ഡോക്ടർ KG താര, നമ്മൾ ഈ പ്രളയ സമയത്തൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നത് നമ്മളെപ്പോഴും ഒരു കിറ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ സാധനങ്ങൾ, അത്യാവശ്യ ഡോക്യുമെന്റ്സ് എല്ലാം ഉള്ളത്, അതുപോലെ മെഡിക്കൽ എയ്ഡ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ആ തരത്തിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ നിലവിലെ സാഹചര്യം സംസ്ഥാനത്തുടനീളം വീക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നുവെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആ കിറ്റ് നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു 90% ആളുകളുടെയും വീടുകളിൽ ഈ ഇത്തരം ഈ സുരക്ഷാ കിറ്റുകൾ തയ്യാറാക്കിയിട്ട് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്യാവശ്യ മരുന്നുകൾ, ഒരു ടെലിഫോൺ, പിന്നെ മൊബൈൽ ഫോൺ, പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കയ്യിൽ കരുതുന്ന അത്ര ആശാസ്യമല്ല എങ്കിലും വെള്ളം കയറാത്ത രീതിയിൽ അത് ഭദ്രമായി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം എടുക്കാം എന്ന് മാത്രമേ ഇപ്പോ ഈ ഓരോ കുടുംബത്തിലെയും ഈ നമ്മുടെ ജീവനോപാധി നഷ്ടപ്പെടുന്ന സാധാരണ കുടുംബങ്ങളുണ്ടല്ലോ. ഇപ്പൊ വീട്ടുജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ പണിക്കാർ, അവർക്ക് വാസ്തവത്തില് ഈ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വ്യവസ്ഥിതി ഈ ദുരന്ത നിവാരണ വകുപ്പിലുണ്ട്. അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് അത് ഈ മൻരേഗ
പദ്ധതിയിൽ ഓരോ ദിവസവും നമുക്ക് ഈ ഒരു ഒരു നിശ്ചിത തുക നമുക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള അതെ, വകുപ്പുണ്ട്. സ്വന്തം അപ്പോൾ അത് ജീവൻ നെറ്റ് രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്കും കരുതൽ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്നതാണ് ഡോക്ടർ കെ ജി താര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുന്നു. കാലാവസ്ഥാ വിദഗ്ധനാണ്, ഒപ്പം ശാസ്ത്രലേഖകൻ കൂടിയാണ്. ഡോക്ടർ കമ്മത്ത്, ഞാൻ ഓർക്കുകയാണ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ കനത്ത ചൂടിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ എക്സ്ട്രീമിലാണുള്ളത്, ഒന്നുകിൽ കടുത്ത ചൂട് അല്ലെങ്കിൽ കൊടും മഴ എന്ന തരത്തിലേക്ക്. നമുക്കൊരു പ്രളയമൊന്നും തള്ളിക്കളയാൻ കഴിയില്ല ഈ വരുന്ന നാളുകളിൽ എന്നുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം കാണുമ്പോൾ ഒരാശങ്കയുണ്ട്. ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സമ്മർ റെയിൻ കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു സമ്മർ മൺസൂൺ ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത് സമ്മർ മൺസൂൺ ആണ്. ഈ സമയത്ത് തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് പലയിടങ്ങളിലും ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളത്ത് മാത്രമല്ല, കോട്ടയത്തും തിരുവനന്തപുരത്തും മറ്റു ചിലയിടങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മഴ ഇപ്പൊ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്ത 10 ദിവസത്തേക്കുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ ശക്തമായ മഴ മധ്യ കേരളം കേന്ദ്രീകരിച്ചും തെക്കൻ കേരളം കേന്ദ്രീകരിച്ചും പെയ്യും എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. പലയിടങ്ങളിലും ഒരു 17 സെന്റിമീറ്റർ വരെയൊക്കെ മഴ ഒരു 2 മണിക്കൂറിനുള്ളിലൊക്കെ പെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറി മറിയുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ. കാരണം ഒരു 6 മണിക്കൂർ ഡോക്ടർ കമ്മത്ത്, ഇപ്പൊ നമ്മൾ ഈ ബോട്ടൊക്കെ ഇറക്കി കളമശ്ശേരിയിലൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെ കടുത്ത മഴയാണ്, അതിന്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട്, താങ്കൾക്കത് അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ ബോട്ട് ഇറക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പ്രളയകാലത്ത് കണ്ടതാണ്. ഈ കാലവർഷം എത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ നമ്മൾ ഈ കാഴ്ച കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം അത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പൊ റോഡ് എന്ന് പറഞ്ഞ ഒരു ടാങ്ക് പോലെയാണ് ഉള്ളത്. കാരണം റോഡിന്റെ അരികുകളൊക്കെ ഉയർത്തിക്കെട്ടി അതിന് വെള്ളം ഒഴുകി പോകാനുള്ള മാർഗ്ഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇൻഫോ പാർക്കിലും കളമശ്ശേരിയിലും മറ്റു പ്രദേശങ്ങളിലും എടപ്പള്ളിയിലൊക്കെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകാനായിട്ടുള്ള കാരണം. അത് അവിടെ നിറഞ്ഞതോടെ മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പോവുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. കനത്ത മഴ പെയ്തു എന്നുള്ളത് വാസ്തവം തന്നെ. ഏകദേശം 8 സെന്റിമീറ്ററോളം മഴ ഒരു മണിക്കൂറിലും അടുത്ത മണിക്കൂറിലും 5.6 സെന്റിമീറ്റർ മഴയും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ലഘു മേഘവിസ്ഫോടനം എന്ന തരത്തിലേക്കൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണോ ഡോക്ടർ കമ്മത്ത്? ഇല്ല, ഇതൊരു കനത്ത മഴയാണ്. അത്തരത്തിലുള്ള ഒരു ടെർമിനോളജി പൊതുവെ നമ്മുടെ ക്ലൈമറ്റോളജിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ടെർമിനോളജി ഇല്ല. 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഒരു പ്രദേശത്ത് ഒരു മണിക്കൂറിൽ പെയ്യുകയാണെങ്കിൽ, 10 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ ഒരു സ്ഥലത്ത് പെയ്യുകയാണെങ്കിൽ അത് ഒരു ക്ലൗഡ് ബേസ്റ്റ് ആയിട്ട് പറയാം എന്നാണ് IMD ഉൾപ്പെടെയുള്ള വെതർ ഏജൻസീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് താഴെയുള്ളത് ഇപ്പൊ 9 സെന്റിമീറ്റർ ആണെങ്കിലും 8 സെന്റിമീറ്റർ ആണെങ്കിലും അത് ക്വാളിഫൈ ചെയ്യുന്നില്ല. മറ്റ് പലയിടങ്ങളിലും കേരളത്തിൽ ഇപ്പൊ പൂഞ്ഞാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ വളരെ ശക്തമായ മഴ കളമശ്ശേരി ഉണ്ടായ ആ സമയത്ത് തന്നെ പൂഞ്ഞാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു പലയിടങ്ങളിലും അതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഒരു ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ പാനിക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള പാനിക് ഉണ്ടാകുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ഫിനോമിനൻ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ല അതിനകത്ത്. കാരണം വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ കൊണ്ടാണ്. അത് ശരി, അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ കളമശ്ശേരിയിൽ പെയ്തിട്ടുള്ളത്. അതല്ലാതെ മേഘവിസ്ഫോടനം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആശങ്ക സൃഷ്ടിക്കരുത് എന്നതാണ് ഡോക്ടർ കമ്മത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.